നവീന ചിന്തകൾ ഒരു സർക്കാരിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ കേരളത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയ ഒന്നാണ് തൂഫാൻ. KSRTCയിൽ മുഴുവൻ നാളെ ഒരു റേഡിയോ സംവിധാനം ആരംഭിക്കുന്നു. പരസ്യ വണ്ടികളാക്കി കേരളത്തിലെ KSRTCയെ മാറ്റണം. കേരളത്തിൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറ്റാൻ കഴിയുമെന്ന് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം തികഞ്ഞിരിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ സർക്കാർ ഒരു മാസത്തിനുള്ളിൽ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെ തോന്നുന്നു? 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ 30 ദിവസം കൊണ്ട് വിലയിരുത്തുക എന്ന് പറയുന്നത് അത്ര ഒരു യോജിച്ച പ്രയോഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 30 ദിവസം കൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഇനിയുള്ള കാലത്തേക്ക് എങ്ങനെ പോകും എന്നുള്ളതിൻ്റെ ചില സൂചനകൾ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ബജറ്റ് തന്നെയാണ്. ഇതുവരെ ബജറ്റിൻ്റെ വരികളിൽ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പ്രയോഗങ്ങളും പദ്ധതികളുമാണ് UDF സർക്കാരിൻ്റെ പുതിയ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ തലമുറയെ ജൻസി എന്ന് വിളിച്ചുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ചെറുകിട വ്യാവസായിക സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പ്രത്യേകം ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കേട്ട് പരിചയമുള്ള പ്രയോഗം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരിക്കലും ഉപയോഗിക്കപ്പെടാതെ കിടന്നിരുന്ന 600 കിലോമീറ്ററിലധികം വരുന്ന സമുദ്ര മേഖല പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് ബജറ്റിലെ ഒന്നാമത്തെ പ്രഖ്യാപനമായി കൊണ്ടുവരിക. സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കായി MT വാസുദേവൻ നായരുടെ നാമധേയത്തിൽ കോഴിക്കോട്ട് ഒരു വമ്പൻ സ്മാരക മന്ദിരം, അതുപോലെ തന്നെ കൊച്ചിയിൽ ചിത്രനഗരം എന്ന രീതിയിൽ സിനിമക്കാർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഡാനിയലിൻ്റെ പേരിലുള്ള ഒരു വമ്പൻ പ്രോജക്റ്റ്, മലബാർ ഫുട്ബോളിൻ്റെ ഒരു വലിയ കേന്ദ്രം എന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. അങ്ങനെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് നാളെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ ആവശ്യമായിട്ടുള്ള സകല വമ്പൻ പ്രോജക്റ്റുകളും നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം ബജറ്റ് ഡെഫിസിറ്റാണ്, അല്ലെങ്കിൽ ബജറ്റിനകത്തുള്ള റവന്യൂ എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, എന്തൊക്കെയാണ് ടാക്സ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം മേജർ പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് ഇതൊരു ജനപ്രിയ ബജറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. അതുപോലെ ഓരോ വകുപ്പുകളെയും ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിച്ചതും ഇതാദ്യമായിട്ടായിരിക്കും. കാരണം വകുപ്പ് ഓരോന്നും കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൽ ഇന്നെന്ന പദ്ധതികൾ, റവന്യൂ വകുപ്പിൽ ഇന്ന പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 800 കോടിയോളം രൂപയുടെ വമ്പൻ സഹായമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മാത്രം പ്രത്യേകം മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമുച്ചയമൊക്കെ ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ ധനകാര്യ വകുപ്പ് മന്ത്രി, പുതിയ മുഖ്യമന്ത്രി, ഒരു ടീം UDFൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ചിന്തിച്ചെടുത്ത ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഒരുപാട് അക്കാഡമികൾ, ഇപ്പോൾ പൈലറ്റുമാരെ സൃഷ്ടിക്കുന്ന ഏവിയേഷൻ രംഗത്തുള്ള അക്കാഡമിയെക്കുറിച്ചിട്ട്, പാചകകലകൾ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അക്കാഡമിയെക്കുറിച്ച് സംസാരിക്കുന്നു. ജോൺസൺ മാഷിയുടെ പേരിൽ സംഗീത അക്കാഡമി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗസൽ ഗായകൻ ഉമ്പായിയുടെ നാമധേയത്തിൽ മറ്റൊരു സംഗീത അക്കാഡമി വരുന്നു. പ്രിയങ്കരനായിട്ടുള്ള സലീം കുമാർ, അത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ എന്നതിനപ്പുറം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കൊക്കെ ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ പത്രം വായിച്ചിട്ടല്ലല്ലോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പോലും ഇത്രയധികം പോയിന്റുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബജറ്റ് കേരള ജനത ബൈഹാർട്ടായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റിസ്ക് കൂടുതലാണ് UDF സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നടപ്പിലാക്കുക. ഫണ്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം കുറേ കൂടി ജാഗ്രത ഈ ബജറ്റിനകത്ത് വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ച്. വൻ പദ്ധതികളില്ലാതെ ഇപ്പോൾ ധവളപത്രമൊക്കെ പുറത്തിറക്കിയ സാഹചര്യത്തിൽ ഒരു വലിയ പദ്ധതി, റെയിൽ പദ്ധതി പോലെയുള്ള വൻകിട പദ്ധതികളൊന്നും പറയാതെ സാധാരണ ചെറിയ പദ്ധതികൾ മാത്രം പ്രഖ്യാപിച്ചത് ഒരു പക്ഷേ സാമ്പത്തിക നില നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. 100%. കാരണം ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്
ആ, ആ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയടയാളം എന്ന് പറയുന്നത്. ഇതിനകത്ത് PPP എന്ന വാക്ക് നിരവധി തവണ ഉപയോഗിക്കപ്പെടും. അതായത് പ്രൈവറ്റ് പബ്ലിക് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ സ്വകാര്യ പങ്കാളിത്തമില്ലാതെ ഇനി ഒരു രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോഴും അവിടെയും പ്രൈവറ്റ് ഉണ്ട്. അതായത് പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്. അതാണ് മിക്സഡിസം എന്ന് പറയുന്നത്. പക്ഷെ 91-ൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നതോടുകൂടിയിട്ട് നമ്മൾ ഓപ്പൺ ഡോർ ടു ഫോറിൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വലിയ ഒരു സംഭവമാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അതുവഴിയാണ് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിദേശ നിക്ഷേപം വരുന്നതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി പിന്തുണയോടുകൂടി മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ വന്ന് നിക്ഷേപിക്കാൻ പറ്റൂ. പക്ഷേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ ബജറ്റിൽ. പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏകജാലക സംവിധാനത്തെക്കുറിച്ചിട്ടാണ് സർക്കാർ ചിന്തിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുള്ള അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വമ്പൻ വ്യവസായം, ഇപ്പോൾ ഉദാഹരണത്തിന് അദാനിക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒരു ബജറ്റാണ് സത്യത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ സമുദ്രം എന്ന് പറയുമ്പോൾ തന്നെ, പോർട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദാനിയുടെ പേര് ആദ്യം തന്നെ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അദാനിക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിൻ്റെ സമുദ്രം മുഴുവൻ തുറന്നു കൊടുത്തു എന്നൊന്നും നമ്മൾ അർത്ഥമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അദാനിയെപ്പോലുള്ള വമ്പൻ സ്രാവുകൾ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അതാണ് ഏറ്റവും വലിയ ഇപ്പോൾ ഉള്ള നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതി. അന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത് എങ്ങനെയാണ് അദാനി കേരളത്തിലേക്ക് വന്നത്? ഒരാൾ മാത്രമേ ടെൻഡറിൽ പങ്കെടുത്തുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. ഇനി ബാക്കി ഇപ്പോൾ ഇത്രയും ചെറുകിട വമ്പൻ പോർട്ടുകളൊക്കെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വഴികളിൽ വരുമ്പോൾ അദാനിമാർ ധാരാളമായിട്ട് വരട്ടെ. അവരൊക്കെ വരികയാണെങ്കിൽ അത് കേരളത്തിനെ ഒരു സിംഗപ്പൂരാക്കി മാറ്റും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ. ആ പ്രഖ്യാപനം നടത്തപ്പെടും എന്ന് തന്നെയാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടുമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. കാരണം ഏറ്റവും വലിയ ഒരു ഇൻ്റലക്ച്വൽ പോപ്പുലേഷനുള്ള സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തിലെ യുവജനങ്ങൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിനെ കുറിച്ചിട്ട് ഒരു സർക്കാരിന് ചിന്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതൊന്നും വളരെ ലാഘവത്തോടു കൂടി കാണാൻ കഴിയുന്നതല്ല. അതപ്പോൾ CPM പാരമ്പര്യമായി എത്രയോ കാലം അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ബജറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അത്യാധുനിക സമൂഹത്തെ എങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാൻ യോഗ്യതയുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ സർക്കാരിന് ഏറ്റവും അധികം ബാധ്യത വരുന്ന ഒരു കാര്യമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം കൂടിയാണ്. അതിൻ്റെ ആദ്യത്തേത് മാത്രം KSRTCയിലുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇപ്പോൾ തുടക്കം കുറിച്ചു. ഇനി ബാക്കിയുള്ളതൊക്കെ വരുമ്പോൾ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം അതിലുണ്ടാവുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ജനപ്രിയ പ്രോജക്റ്റാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള KSRTCയിലെ സൗജന്യ യാത്ര. ഇതൊരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നഷ്ടമായി ഭവിക്കില്ല. ഒന്നിപ്പോൾ 600 കോടി രൂപയാണ് ട്രാൻസ്പോർട്ട് വകുപ്പിന് KSRTCക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 2 വർഷം ഈ സൗജന്യ യാത്ര നടത്താൻ വേണ്ടി സർക്കാർ ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കുന്നു. ഈ 600 കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ കയ്യിൽ ഡെപ്പോസിറ്റായി ബാക്കി നിൽക്കേണ്ട പണമാണ്. ഇത്രയും കാലങ്ങളായി രാവിലെയും വൈകുന്നേരവും ബസ്സിൽ സഞ്ചരിച്ച പണം അവർ മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ അത് കേരളത്തിൻ്റെ പൊതുവിപണിയിലേക്ക് തന്നെയാണ് തിരിച്ചു വരിക. അപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഉപയോഗിക്കാത്ത പണം സ്വാഭാവികമായും കേരളത്തിൻ്റെ മാർക്കറ്റിൽ, കേരളത്തിൻ്റെ പൊതുവിപണിയിൽ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ ഉപയോഗിക്കപ്പെടും എന്നുള്ളിടത്ത് ഈ സർക്കാരിന് വലിയ നഷ്ടമൊന്നും സത്യത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടിയും പിന്നെ ഇനി ട്രാൻസ്പോർട്ട് വകുപ്പ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആശയം കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയോട് പറയണം എന്നെനിക്ക് തോന്നിയതാണ്. അതായത് ഒരു ആഡ് ഓൺ വീൽസ് എന്നുള്ള രീതിയിൽ പരസ്യ വണ്ടികളാക്കി കേരളത്തിലെ KSRTCയെ മാറ്റണം. അതുവഴി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കണ്ടെത്താൻ KSRTCക്ക് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് KSRTCയിൽ മുഴുവൻ നാളെ ഒരു റേഡിയോ സംവിധാനം ആരംഭിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
ഒരു ദിവസം ഇപ്പം 15 ലക്ഷമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ശരാശരി എല്ലാ റൂട്ടുകളും നോക്കിക്കഴിഞ്ഞാൽ 10-35 ലക്ഷം ആളുകൾ, അതിൽ മഹാഭൂരിപക്ഷം സ്ത്രീകൾ സഞ്ചരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു റേഡിയോ സംവിധാനം ആരംഭിച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വരുമാനം ഒരു വർഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ KSRTCയുടെ ബോഡിയിൽ ഇപ്പോൾ ഒട്ടിച്ചു വെക്കുന്ന പരസ്യത്തിൻ്റെയൊക്കെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചാൽ അവിടെയും നല്ല പരസ്യങ്ങൾ വരും. ഒരു LED ടൈപ്പ് പരസ്യങ്ങൾ ആ വണ്ടിക്കകത്തായാലും വരുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അങ്ങനെ ഒരു ആഡ് ഓൺ വീൽസ് എന്നുള്ള രീതിയിൽ KSRTCയെ ഒരു പരസ്യ വണ്ടിയാക്കിയിട്ട്, അതായത് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത പരസ്യ വണ്ടിയാക്കി മാറ്റണം. അതുപോലെ തന്നെ കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകൾ വിശാലമായിട്ട് നിൽക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡുകളെയൊക്കെ നല്ല രീതിയിൽ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏജൻസികളുണ്ട്. ആ ഏജൻസികളെ ഉപയോഗിച്ച് തന്നെ നവീകരിക്കാനും അവർക്ക് ഡിസ്പ്ലേ പോയിന്റുകൾ അനുവദിക്കാനും തീരുമാനിച്ചാൽ തന്നെ ഇതിൽ വമ്പൻ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ KSRTC ഒക്കെ ചില ആളുകൾ ചില തരികിട സംവിധാനത്തിലൂടെ അതിൻ്റെ പരസ്യമൊക്കെ സ്വന്തമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ വലിയ തോതിലുള്ള മാറ്റം കേരളത്തിൽ കൊണ്ടുവരും. കാരണം നവീന ചിന്തകൾ ഒരു സർക്കാരിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയാണ് ഇന്നത്തെ സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരിലും നമ്മൾ കാണുന്നത്. എല്ലാം ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ലിജു, അതല്ലെങ്കിൽ റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ്, റവന്യൂ വകുപ്പ് ശ്രീ AP അനിൽകുമാർ, ആരെ എടുത്താലാണ്, അല്ലെങ്കിൽ OJ ജനീഷ്, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന T സിദ്ദിഖിനെ പോലുള്ള അങ്ങനെ ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള ഒരു ടീം UDFൻ്റെ മന്ത്രിമാരെയാണ് കേരളത്തിൽ കാണുന്നത്. ഇവർക്ക് കേരളത്തിൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറ്റാൻ കഴിയുമെന്ന് ഈ 30 ദിവസം കൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ബജറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയ ഒന്നാണ് തൂഫാൻ. ഈ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ UDFനൊപ്പം നിന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയതൊന്ന് കേരളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ, അദ്ദേഹം തൂഫാൻ്റെ വാരിയറായി മാറി. ഇന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்களுം ഇതിൻ്റെ ഒരു ഭാഗമായി മാറി എന്ന് പറയുമ്പോൾ, അതുമാത്രമല്ല കേന്ദ്ര സർക്കാരൊക്കെ വളരെ ഗൗരവത്തിലും ആകാംക്ഷയോടും കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് കണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കേണ്ട മഹത്തായ ഒരു പ്രോജക്റ്റാണെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കാൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ 30 ദിവസം എല്ലാ മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഫയലുകൾ, അതുപോലെ തന്നെ അലോക്കേഷൻസ്, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തല ഒരു പടി നേരത്തെ പോയി. അദ്ദേഹത്തിന് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഉപദേഷ്ടാവിനെ പോലീസ് രംഗത്ത് നിന്ന് കിട്ടി. അപ്പോൾ പൊടുന്നനവയാണ് തൂഫാൻ. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം ഇതിൻ്റെ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം കേരളം മുഴുവൻ അദ്ദേഹം മയക്കുമരുന്നിനെതിരെ വ്യാപകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഡാറ്റാ ബാങ്കും പിന്നെ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. വന്ന ദിവസം തന്നെ അദ്ദേഹം അത് പൊട്ടിച്ചു. കേരളം മുഴുവൻ ഇപ്പോൾ തൂഫാനിൽ വാരിയേഴ്സായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2800ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, നമ്മളത് ഒരൊറ്റയടിക്ക് പറയേണ്ടതല്ല, കേരളത്തിൽ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു നാടാണ്. അമ്മയെ മക്കൾ കൊല്ലുന്ന, അങ്ങനെ പെട്ടെന്നത് സ്റ്റോപ്പ് ചെയ്തൊരു ഫീലിംഗ് നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നു. ഇത് പരിപൂർണമായിട്ടും ഒരു സക്സസ്ഫുൾ എഫേർട്ടിലേക്ക് എത്തിക്കാൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചാൽ ഇതിൻ്റെ അടിവേരറുക്കണം. കാരണം ഇതിൻ്റെ സോഴ്സാണ് ഏറ്റവും പ്രധാനം. ഇതെവിടെ നിന്നാണ് വരുന്നത്? ആ അടിവേരും കൂടി അറുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി രമേശ് ചെന്നിത്തല എന്ന പേര് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തൂഫാൻ ഒരു പ്രത്യേക സല്യൂട്ടുണ്ട്. ഏതായാലും ഒരു മാസം വിലയിരുത്തുമ്പോൾ UDF സർക്കാർ ഒരു തുടക്കം ഗംഭീരമാക്കിയെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും.